ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ബന്ധങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിൽ പ്രധാനം കമ്പാരിസൺ ട്രാപ്പാണ്. മറ്റുള്ളവരുടെ പെർഫെക്റ്റ് ലൈഫ് കാണുമ്പോൾ, അവരുടെ പോസ്റ്റും റീൽസും ഒക്കെ കാണുമ്പോൾ പലരും സ്വന്തം ലൈഫുമായി കമ്പയർ ചെയ്യാറുണ്ട്. ഇത് അസന്തോഷത്തിനും ഇൻസെക്യൂരിറ്റിക്കും കാരണമാകുന്നു. അതുപോലെ സോഷ്യൽ മീഡിയ ചാറ്റുകൾ വർദ്ധിക്കുമ്പോൾ റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോകാറുണ്ട്. ഇത് ഇമോഷണൽ കണക്ഷൻ കുറയാൻ കാരണമാകുന്നു. അതുപോലെ പാർട്ട്ണറുടെ ഓൺലൈൻ സ്റ്റാറ്റസ്, ലാസ്റ്റ് സീൻ, ലൈക്സ് ഇതൊക്കെ ആശ്രയിച്ച് അനാവശ്യ സംശയങ്ങളും ഓവർ തിങ്കിങ്ങും ഉണ്ടാകുന്നു. ബന്ധങ്ങളിലെ സന്തോഷം സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിൽ ആശ്രയിക്കുമ്പോൾ റിയൽ ലൈഫ് ഇമോഷൻസ് ദുർബലമാകുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തെറ്റല്ല, പക്ഷേ അതിൻ്റെ പരിധി മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. റിയൽ ലൈഫ് ബോണ്ടിങ്ങിനാണ് എപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത്. പൊതുവെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് കെയറിങ്, അറ്റൻഷനൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ പാർട്ട്ണർ ടൈംലി റിപ്ലൈ കൊടുക്കാത്തപ്പോൾ, മറ്റുള്ളവരുമായി കൂടുതൽ ഇൻട്രാക്ഷൻസ് കാണുമ്പോൾ ഇതൊക്കെ ഓവർ തിങ്കിങ്ങിനും ഇൻസെക്യൂരിറ്റിക്കും ഇമോഷണൽ ഡിസ്റ്റൻസിനും ഒക്കെ കാരണമാകാറുണ്ട്. പ്രത്യേകിച്ച് കെയറിങ്, അറ്റൻഷൻ ഇതൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളിൽ അവർക്ക് പ്രാധാന്യം കുറഞ്ഞു പോകുമോ എന്ന ഡൗട്ട്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഫീൽ ചെയ്യുന്നൊരു കണ്ടീഷൻ, അതുപോലെ അൺനെസസറി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ അറ്റൻഷൻ ബാലൻസായി ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം, സത്യസന്ധവുമായിരിക്കണം. അതുപോലെ സോഷ്യൽ മീഡിയയേക്കാൾ റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷനും ബോണ്ടിങ്ങിനുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്.